എന്തോത്തു ഭഗവതി, ഈ തമ്പിയങ്ങൊന്നിനൊന്ന മാറ്റം കണ്ടില്ലേ? എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ, ഇനി വിഷമിച്ചിട്ട് എന്താ കാര്യം? ആഭാസനായി നടന്ന കുമാരൻ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ. സ്വന്തം പെങ്ങളുടെ മകനായ കാരണമല്ലേ പപ്പുവമ്മാവൻ അവന് മന്ത്രോപദേശം കൊടുത്തത്. മാന്ത്രികനാകാനുള്ള എന്ത് യോഗ്യതയാവനുള്ളത്? കുമാരന്റെ സ്വഭാവമെല്ലാം മാറിയില്ലേ ചേഹര? സ്വഭാവം മാറി പോലും. ആരാധനാമൂർത്തികളെ, പിതൃക്കളെ, മനസ്സിൽ ദുർവിചാരങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അനുഗ്രഹിക്കണമേ. शिवा ओम स्वाहा, शिवा ओम स्वाहा. शिवा ओम പോയി കിടന്നുറങ്ങ്. ഞാൻ കൊട്ടാരത്തിൽ ചെന്ന് ഗ്രന്ഥങ്ങൾ എടുത്തു വരാം. ആരാധനാമൂർത്തികളെയും കാരണവന്മാരെയും പ്രാർത്ഥിക്കുമ്പോൾ കുടുംബയക്ഷിയെ ധ്യാനിക്കാൻ മറക്കരുത്. കൊട്ടാരം മറപ്പുരയുടെ സൂക്ഷിപ്പുകാരിയാ കുടുംബയക്ഷി. ഗരുഡമൂർത്തി, ഹനുമാൻ ദേവ, ജഗദീശ്വര, മങ്കുവമ്മൂമ്മേ, കാരണവന്മാരെ, കുടുംബയക്ഷി, ഇവനെ അനുഗ്രഹിക്കുന്നു. ഭയപ്പെടാതെ കുമാര. ഉടവാൾ കയ്യിലെടുത്ത് ധ്യാനിക്കൂ. ഉടവാൾ പീഠത്തിൽ വെച്ചിട്ട് ഗ്രന്ഥക്കെട്ടെടുത്തോളൂ. ഒന്നാം ഗ്രന്ഥം. ഗരുഡ സേവയും മന്ത്രപ്രയോഗങ്ങളും. രണ്ടാം ഗ്രന്ഥം. ഹനുമാൻ മന്ത്രങ്ങളും പ്രയോഗങ്ങളും.
പ്രയോഗം. ദുർമന്ത്രവാദ പഠനം പഠിക്കല്ലാതെ പ്രയോഗിച്ചു. അതെ കുമാരേട്ടൻ, ഇത് കുമാരേട്ടന്റെ ലക്ഷ്മിക്കുട്ടിയാണ്. ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്റെ പിന്നാലെ വരരുത്. ഓഹോ, എന്നെ ഭയപ്പെടുത്തുകയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോവും. ഇങ്ങോട്ട്. അതാ ആ പാലമരത്തിന്റെ മുകളിലാണ് എന്റെ വാസം. കുമാരേട്ടൻ വരൂ, നമുക്കൊന്നിച്ചവിടെ കഴിയാം. നീ ഇനി എന്നെ ശല്യം ചെയ്യുമോ? ഇല്ല കുമാരേട്ട. ശരി, സത്യം ചെയ്യേ. കുമാരേട്ടൻ ബ്രഹ്മചാരിയായി കഴിയുന്ന കാലത്തോളം ഞാൻ ശല്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. അമ്മ എന്താ കിടക്കാഞ്ഞത്? നീ വരാതെ ഞാൻ എങ്ങനെ സമാധാനമായി ഉറങ്ങും മോനെ? ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ലമ്മേ. ആവൂ, ഞാൻ വല്ലാണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഗ്രന്ഥങ്ങൾ എടുക്കാനായി പപ്പു പോകുമ്പോ എങ്ങു നിന്നോ വന്നൊരു പോത്ത് അവന്റെ നേരെ ചാടി വീണു. കൃഷ്ണപ്പരുന്ത് വന്ന് പോത്തിനെ തുരത്തി. അമ്മേ, എന്താ മോനെ? ഒരു പാവം പെണ്ണിനെ വിഷം തീണ്ടിയിരിക്കുന്നു. മന്ത്രപഠന സമയത്ത് തന്നെ നിനക്ക് ജ്ഞാനദൃഷ്ടി ലഭിച്ചുവോ? എല്ലാം തറവാടിന്റെ സുഹൃത്ത ഫലം. സമയമൊന്നുമില്ലേ? കുട്ടി എഴുന്നേൽക്കൂ. പതുക്കെ മോളെ. ഗരുഡ ഭഗവാനെ, ഭക്ത ഹനുമാനെ പ്രസാദിപ്പിച്ച് സിദ്ധി നേടാൻ അനുവദിച്ചാലും ബാലാകായിക തേജസാം ത്രിഭുവന പ്രക്ഷോഭകം സുഗ്രീവാദിവാനരത്തിനെ സംസേവ്യ പാദാന്തരം നീ ഭാഗ്യവാനാണ്. എത്ര വേഗമാണ് നിനക്ക് മന്ത്രസിദ്ധി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദേവി മന്ത്രജപം ഉടനെ ആരംഭിച്ചു. എല്ലാ സിദ്ധികളും പെട്ടെന്ന് അങ്ങോട്ട് നേടാനാണോ കുമാരന്റെ ശ്രമം? കൊച്ചുതമ്പി അങ്ങുന്നിന് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ആരെങ്കിലും നിരീക്ഷിച്ചതാണോ? പഴയ കഥയെല്ലാം നിനക്കറിയില്ല. ജീവിതത്തിൽ എത്രമാത്രം ദുഃഖങ്ങളാണ് ഞാൻ അനുഭവിച്ചത്.
രണ്ടു മക്കളെ തന്നിട്ട് മംഗലാപുരത്തേക്ക് പോയ നാഗരാജൻ പോറ്റിയെ പിന്നീട് കണ്ടിട്ടില്ല. കുമാരനെ സരസ്വതിയും വളർത്തിയത് മഹേശ്വരിയും ഞാനും കൂടാ. ഓ, രണ്ട് പൊടിക്കുഞ്ഞുങ്ങളെ പെറ്റിട്ട് സരസ്വതിയും പോയി. അന്നു മുതൽ ആ കുട്ടികളെ വളർത്തുന്നത് മഹേശ്വരിയാണ്.